ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്നാണ് ഓടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അടുക്കളയിൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് പഴമാണ്. ഇന്ന് അപ്പോൾ പഴം വെച്ചിട്ട് തന്നെ വന്നത്തെ റെസിപ്പി എന്നാണ് വിചാരിച്ചത് വെറുതെ ആയില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉണ്ടാക്കാനാണെങ്കിൽ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി തീരും ചെയ്യും. എന്നാൽ നല്ല ടേസ്റ്റും കേട്ടോ. പിന്നെ അടുക്കളയിൽ ചെന്ന് ഒന്നോ രണ്ടോ തൊലി കറുത്ത പഴങ്ങളില്ലാത്ത അടുക്കള വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇതുപോലത്തെ പഴങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ 2 പഴം ഇതുപോലെ നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ 2 കോഴിൻ്റെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1 കപ്പ് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ്, അതുപോലെ ഒരു 1/4 കപ്പ് ബട്ടർ ഉരുക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ തന്നെ ഇതുപോലെ അടിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ പഴം ഒരു നന്നായിട്ട് കുത്തി ഉടച്ചെടുത്താലും മതി. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്താൽ മതി, സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട്. ഇതാകുമ്പോൾ പിന്നെ ഒന്നുകൂടെ എളുപ്പമാവും തോന്നുന്നുണ്ട്. ഒന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ആ ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചിട്ടെടുക്കാം കേട്ടോ. അരിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1 സ്പൂൺ ചട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഒരു 1/2 കപ്പൊക്കെ മതിയാവും. ഞാൻ നേരത്തെ 1 കപ്പ് എന്നാണ് പറഞ്ഞത്. ഒരു 1/2 കപ്പോ 3/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. കാരണം പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നമ്മൾ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പഴം ഉണ്ടായിരുന്നല്ലോ, ആ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ പഴം മുഴുവനായിട്ടില്ല കേട്ടോ. ആ പഴത്തിൻ്റെ ഒരു അരഭാഗം അതിതാ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ. ഞാൻ കരുതി കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പഴം കൂടി ഇങ്ങനെ കടിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു പാത്രം ഞാനിതുപോലെ കുറച്ച് എണ്ണയും കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് തട്ടി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെമ്പട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ കേക്ക് ബേക്ക് ചെയ്യണ പാത്രമോ കേക്ക് ബേക്കിംഗ് ടിന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അതിൽ സെറ്റാക്കിയിട്ട് എടുക്കട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളി. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ചെമ്പട്ടി ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക, എയറൊന്നും പോവാതെ നോക്കുക. എന്നിട്ടൊരു 30 മിനിറ്റിൻ്റെ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇർക്കിളിയോ പപ്പടക്കോലോ വെച്ചിട്ടൊന്ന് കുത്തി വെക്കുക. അപ്പോൾ അത് ക്ലീനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ അത് പാത്രത്തിൽ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം അതിന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പൊട്ടാതെ ക്ലീനായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ ആ പഴം നുറുക്കിയത് ഇട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഉള്ളിലൊക്കെ ഇങ്ങനെ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തന്നെ വേണം. അപ്പോൾ അധികം പാടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.